നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ ഷാറൂഖ് ഖാന് ഇന്ന് 60 വയസ്സ് തികയാണ്. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ ഒരു സിനിമ യാത്ര എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു വളരെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ട എന്താ പറയുക അതിലെ ഒരു അംഗമാണ് ഷാറൂഖ് ഖാൻ. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ ഈ അഭിനയവും കാര്യങ്ങളൊക്കെ വളരെ പാഷനായിരുന്നു. ദിലീപ് കുമാറിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയൊക്കെ വലിയ ഫാനായിരുന്നു. അങ്ങനെ കുറേ ഈ പറഞ്ഞ പോലെ സ്കൂളും കോളേജിലൊക്കെ നാടകങ്ങളൊക്കെ ചെയ്യുന്ന നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശരിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് അച്ഛൻ അസുഖം വന്ന് മരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഷാറൂഖ് ഖാൻ്റെ അമ്മയും അദ്ദേഹം സിനിമയിൽ വന്ന് ആ ഒരു ടൈമിലാണ് അമ്മയും മരിക്കുന്നത്. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ ആ ഒരു വളർച്ചയൊന്നും ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഷാറൂഖ് ഖാൻ നമുക്കറിയാം സീരിയലുകളിലൂടെയാണ് സിനിമയിൽ വരുന്നത്. അതിൽ ഫൗജി എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്, നമുക്കൊരു മിലിറ്ററി, അത് ഇപ്പോഴും ഉണ്ട് യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സീരിയൽ അന്ന് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട ഒരു സീരിയലായിരുന്നു. പിന്നെ സർക്കസ് എന്ന് പറയുന്ന ഒരു സീരിയൽ. അപ്പോൾ ഈ ഒരു സീരിയലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഷാറൂഖ് ഖാൻ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതമായിരുന്നു. അന്ന് പിന്നെ ഇന്നത്തെ പോലെ അധികം സീരിയൽസ് ഒന്നുമില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രാദേശിക ചാനലും, മലയാളത്തിൽ തന്നെ നമുക്കറിയാം 10ഓളം ചാനൽസ് ഉണ്ട്. അത് ഒരു ചാനലിൽ തന്നെ 10ഓളം സീരിയലുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ അന്ന് അങ്ങനെയല്ല, ദൂരദർശൻ ആയതുകൊണ്ട് വളരെ കുറച്ച് സീരിയൽസേ ഉള്ളൂ. അതിൽ തന്നെ എല്ലാവർക്കും നോൺ ഫേസസായി മാറുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സിനിമയിലോട്ട് കടന്നു വരേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് വേറെ രസകരമായിട്ടൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മുടെ കരൺ ജോഹർ പറഞ്ഞൊരു കാര്യമുണ്ട്. കരൺ ജോഹർ ഒരു സീരിയലിൽ അഭിനയിക്കണം. അന്ന് കരൺ ജോഹർ 10th +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കരൺ ജോഹർ ഒരു ഫാമിലി എന്താ പറയുക സിനിമ കുടുംബം ആയതുകൊണ്ട് കരൺ ജോഹറിൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ കുറേ സെലിബ്രിറ്റീസിനൊക്കെ അന്നേ പരിചയമുണ്ട്. അങ്ങനെ ഒരു സംവിധായകൻ്റെ ഒരു സീരിയലിൻ്റെ ഓഡിഷന് വേണ്ടിയിട്ട് കരൺ ജോഹർ ചെല്ലുന്നു. അന്ന് കരൺ ജോഹർ കുറച്ച് തടിയുള്ളതുകൊണ്ട് ഒരു തടിച്ച കുട്ടികളുടെ ഒരു ക്യാരക്ടറാണ് അതിൽ ആവശ്യം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അന്ന് ആ ഓഡീഷന് പങ്കെടുക്കാൻ ഒരാളവിടെ വന്നിരിക്കുന്നു. അയാൾ അവിടെ ഇരുന്ന് ഒരു കോഫിയും ഒരു സിഗരറ്റൊക്കെ മാറി മാറി വലിക്കുന്നു. അപ്പോൾ ആ ഓഡീഷന് അത് ഷാറൂഖ് ഖാനായിരുന്നു. ഷാറൂഖ് ഖാൻ ആ ഓഡീഷന് തിരഞ്ഞെടുത്തില്ല. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ അടുത്ത് ഇവർ പറ്റില്ല, നിങ്ങൾ ഈ ക്യാരക്ടറിന് ആപ്റ്റ് അല്ല എന്ന് പറഞ്ഞ് വേറൊരു നടനെയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഷാറൂഖ് ഖാൻ അന്ന് വളരെ എന്താ പറയുക, അന്ന് കരൺ ജോഹർ പറഞ്ഞത് അന്ന് പുതുമുഖമാണ്. ഷാറൂഖ് ഖാൻ അന്ന് സീരിയൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ കരൺ ജോഹർ എവിടെ ഒരു കണ്ടുപരിചയമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി വന്നിട്ട് പറഞ്ഞു അവനൊരു സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, അവന് പക്ഷേ ഭയങ്കര ജാടയാണ് എന്നൊക്കെ പറഞ്ഞ് ഷാറൂഖ് ഖാൻ പോയ ശേഷം ആ ഒരു സംവിധായകൻ ഷാറൂഖ് ഖാനെ കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ ഷാറൂഖ് ഖാൻ അന്ന് എന്തൊരു കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അന്നൊരു സിനിമ എന്താ പറയുക, ആദ്യം സീരിയൽ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അന്ന് സിനിമയൊന്നും വലിയൊരു പാഷനേറ്റ് അല്ലായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു സിനിമ തന്നെയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് പിന്നെ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. പിന്നെ നമുക്കറിയാം പേഴ്സണൽ ലൈഫിൽ ഗൗരി ഖാൻ ഷാറൂഖ് ഖാൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ചൈൽഡ്ഹുഡ് പ്രണയമാണ്. ഷാറൂഖ് ഖാൻ ഒരു സ്റ്റാർ ആവണതിന് മുമ്പ് കല്യാണം കഴിച്ചതാണ് ഗൗരീനെ. പിന്നീട് നമുക്കറിയാം 91 ദീവാന എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെയാണ്. അന്ന് ഋഷി കപൂർ ആയിരുന്നു ആ സിനിമയിലെ നായകനെങ്കിലും ഷാറൂഖ് ഖാൻ ഒരു സെക്കൻഡ് ഹീറോ ആയിരുന്നു. പക്ഷേ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. അതിലാദ്യമായിട്ട് ഫിലിംഫെയർ അവാർഡ്, ഒരു മികച്ച പുതുമുഖ നടനുള്ള ഫിലിംഫെയർ അവാർഡ് ഷാറൂഖ് ഖാന് കിട്ടി. അന്നും ഷാറൂഖ് ഖാൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നമുക്കറിയാം അന്നൊരു ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചൻ, പിന്നെ ജാക്കി ഷറഫ്, അനിൽ കപൂർ, അങ്ങനെ വേറെ കുറച്ചും കൂടിയും പൊക്കവും അല്ലെങ്കിൽ സഞ്ജയ് പോലെയുള്ള എല്ലാം വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് സീരിയസ് റോൾസൊക്കെ ചെയ്യുന്ന വളരെ ടഫായിട്ടുള്ള ആക്ടേഴ്സാണ് അന്ന് കൂടുതലുള്ളത്. പിന്നെ ഈ പറഞ്ഞ സൽമാൻ ഖാനും ആമിർ ഖാനൊക്കെ ഒന്ന് സിനിമയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും സിനിമാ കുടുംബമാണ് കൂടുതൽ ഇവരൊക്കെ. അനിൽ കപൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജാക്കി ഷറഫും അമിതാഭ് ബച്ചനും ഒന്നുമല്ല. പക്ഷേ ഷാറൂഖ് ഖാൻ്റെ ആ ഒരു പ്രായത്തിലുള്ള ആളുകൾ, സൽമാൻ ഖാൻ ആയിക്കോട്ടെ, അജയ് ദേവ്ഗൻ ആയിക്കോട്ടെ, ആമിർ ഖാൻ ആയിക്കോട്ടെ, ഒരു സിനിമാ കുടുംബത്തിൽ നിന്നാണ് വരേണ്ടത്. പക്ഷേ ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാളാണ് ഷാറൂഖ് ഖാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷാറൂഖ് ഖാൻ്റെ വളർച്ച നമുക്കറിയാം. ഡർ, അതുപോലെ തന്നെ ബാസിഗർ, ഈ ഒരു 2 സിനിമയിലും ആൻറ്റി ഹീറോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റോൾസ് ചെയ്ത് മറ്റുള്ള ഒരുപാട് നടന്മാർ റിജക്റ്റ് ചെയ്ത ആ റോൾസ് ഏറ്റെടുത്ത് ചെയ്ത് 93 എന്ന് പറയുന്ന ആ ഒരു വർഷം ഹിറ്റുകൾ കൊടുത്ത ഒരു നടനാണ് ഷാറൂഖ് ഖാൻ. അതോടുകൂടിയാണ് ഷാറൂഖ് ഖാൻ പിന്നെ എന്താ പറയുക ഒരു മുൻനിരയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ദിൽവാന ദുൽഹനിയ ലേ ജായേംഗെ ചെയ്തു 95. അത് ഭയങ്കര ഹിറ്റായി. പിന്നെ നമുക്കറിയാം ആദിത്യ ചോപ്ര, അതുപോലെ തന്നെ
കരൺ ജോഹർ, ഇവരൊക്കെ ആയിട്ടുള്ളൊരു കോമ്പോയില് ഷാറൂഖ് ഖാൻ്റെ സിനിമകൾ. പിന്നെ ഒരു 98, 99 എത്തിയപ്പോൾ കുച്ചു കുച്ചു ഹോത്താ ഹേ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ഭയങ്കര വിജയമായി. പിന്നെ ഒരു ടോപ്പ് ലീഗ് തന്നെ എത്തി. അപ്പോഴേക്കും നമുക്കറിയാം മറ്റ് നടന്മാരുണ്ട്, ആമിർ ഖാനും സൽമാൻ ഖാനൊക്കെ ഉണ്ടെങ്കിലും ഷാറൂഖ് ഖാൻ അന്നൊരു ടോപ്പ് ലീഗിൽ തന്നെ ടോപ്പ് 1 ആക്ടർ എന്ന രീതിയിൽ തന്നെ നിന്ന ഒരു നടനാണ്. പിന്നെ അമിതാഭ് ബച്ചൻ കുറച്ച് പരാജയങ്ങളൊക്കെ കഴിഞ്ഞ് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പിന്നെ ഷാറൂഖ് ഖാൻ്റെ ഒപ്പം മൊഹബത്തേനിലാണ് തുടക്കം വന്നത്. പക്ഷേ ആദ്യം ഇറങ്ങിയത് മുഹബത്തേൻ നീണ്ടുപോയപ്പോൾ ഈ ഒരു ബഡേ മിയാൻ ചോട്ടെ മീനായിരുന്നു. അപ്പോൾ അന്ന് ഞാനവിടെ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം സത്യമൊന്നും അറിയില്ല. അന്ന് അമിതാഭ് ബച്ചന് തിരിച്ചു വരവിന് ഷാറൂഖ് ഖാൻ കൂടി സഹായിച്ചിട്ടുണ്ട്. കാരണം മുഹബത്തേനിൽ അമിതാഭ് ബച്ചന് ഒരു ഗംഭീര റോൾ കൊടുത്തിട്ടാണ് അമിതാഭ് ബച്ചന് തിരിച്ചു വന്നത്. പിന്നെ കബി ഖുഷി കബി ഗം എന്ന് പറഞ്ഞ സിനിമ അമിതാഭ് ബച്ചനും അന്നത്തെ യുവതാരമായ ഋത്തിക് റോഷനും ഷാറൂഖ് ഖാനൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു വന്നു. പിന്നെ ഷാറൂഖ് ഖാൻ എത്രയോ സിനിമകൾ, അത് കഴിഞ്ഞ് 2000 ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ വിജയവും പരാജയവും ഒക്കെ സംഭവിച്ചു. പക്ഷേ അന്നും ഷാറൂഖ് ഖാൻ എന്താ പറയുക, ആ ഒരു ലീഗിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർഡം വീഴാതെ തന്നെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ജവാൻ വരെ എത്തി നിൽക്കുന്നു. ജവാനിൽ എന്താ പറയുക, നാഷണൽ അവാർഡ് വരെ കിട്ടി. ഇനിയിപ്പോൾ വീണ്ടും കുറേ സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഇറങ്ങിയ ചില സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പത്താനും ജവാനും ഒരു ബോക്സ് ഓഫീസിൽ അദ്ദേഹം എന്താ പറയുക, ഞാൻ തന്നെയാണ് കിങ് ഖാൻ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ നമുക്ക് നോക്കാം. എന്തായാലും 60 വയസ്സായി, എത്രയോ വർഷം, ഇപ്പോൾ 91 എന്ന് പറയുമ്പോൾ 34 വർഷമായി അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. അതിലൊരു 30ഓളം വർഷമായിട്ട് ശരിക്കും പറഞ്ഞൊരു സ്റ്റാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്നും കിങ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാറൂഖ് ഖാൻ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, അതിൽ പ്രഭാസിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്ന സന്ദീപ് അങ്കറെഡ്ഡി ചെയ്യുന്ന ഒരു പടത്തിൻ്റെ ടീസറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രഭാസ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ അവർ വെച്ച് കഴിഞ്ഞപ്പോൾ ഫാൻസുകാർ കുറേ പേര്, ഷാറൂഖ് ഖാൻ ഫാൻസും അല്ലാത്തവരൊക്കെ വന്നിട്ട് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ അത് ഷാറൂഖ് ഖാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഷാറൂഖ് ഖാൻ പലപ്പോഴും പറയാറുണ്ട് രജനീകാന്ത് തന്നെയാണ് സൂപ്പർ സ്റ്റാറിൻ്റെ, കാരണം രജനിയുടെ വലിയൊരു ഫാനാണെന്ന് പറഞ്ഞിട്ട് രജനിക്ക് വേണ്ടി ആ ഒരു പാട്ടൊക്കെ നമുക്കറിയാം, ചെന്നൈ എക്സ്പ്രസ്സിൽ ലുങ്കി ഡാൻസ് എന്ന് പറഞ്ഞ് രജനീനെ ഒരു എന്താ പറയുക വളരെ പൊക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ രജനീകാന്തിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഇവർ അമിതാഭ് ബച്ചൻ വരെ പറയാറുണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞ രജനിയാണ്, എന്താ പറയുക ചക്രവർത്തിയാണ്. ഇവർ അമിതാഭ് ബച്ചനും രജനീകാന്ത് അങ്ങോട്ട് വളരെ ഫ്രണ്ട്സാണ്. രജനീകാന്തിന് അമിതാഭ് ബച്ചനെ വളരെ റെസ്പെക്റ്റാണ്, കാരണം രജനിക്ക് മുമ്പ് സ്റ്റാറായ ആളാണ് അമിതാഭ് ബച്ചൻ. അപ്പോൾ പക്ഷേ ഇവർ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഷാറൂഖ് ഖാനെ കുറിച്ചാണ്. ഇപ്പോൾ 60 വയസ്സ് ഇവർക്ക് എല്ലാവർക്കും, ഈ 3 ഖാന്മാർക്കും അവർ ഒരുമിച്ച് ഈ അടുത്തൊരു ദുബായിലൊരു ഫംഗ്ഷന് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ ഇവരുടെ ഒരു ഡിസ്കഷനൊക്കെ കണ്ടിരുന്നു. അതിൽ വളരെ 3 പേരും പരസ്പര സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നു. അപ്പോൾ സൽമാനും ആമിറും ഷാറൂഖും 3 പേർക്കും 60 വയസ്സാണ് ഈ ഒരു വർഷം. എന്തായാലും ഷാറൂഖ് ഖാൻ്റെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമകൾ ഷാറൂഖ് ഖാൻ്റെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ വേറെ കുറേ എപ്പിസോഡ്സ് നമ്മൾ ചെയ്തിരുന്നു. ഇനിയും നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് ഷാറൂഖ് ഖാൻ്റെ സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകളെക്കുറിച്ചോ അല്ലെങ്കിൽ നടന്മാരെക്കുറിച്ചൊക്കെ നിങ്ങൾ നമ്മളോട് പറയുക. നമ്മൾ ഒരു എപ്പിസോഡ് ഖൽനായകനെ കുറിച്ചോ ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, മേനെ പ്യാർ കിയ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ മേനെ പ്യാർ കിയയെക്കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കറിയാത്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതൊക്കെ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.